ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഇന്ന് പൗർണമിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അവർ ബിസിയാണെന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സമയം അവരുടെ കുറേ വർക്കിൽ അവർ ബിസിയാണ്. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. കുറേ അധികം കാര്യങ്ങൾ അവർക്ക് അവരുടേതായ കരിയറിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പം ഇതിൽ അവർ ഈ ഒരു സമയം അവർ പൈസയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ സാമ്പത്തിക ബാധ്യതകൾ അവർക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ ആവശ്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉപരി അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു പൈസയിലാണ് എന്നാണ് കാണുന്നത്. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പം അവർ ഇതിലൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സമയം, അല്ലെങ്കിൽ വളരെ വലിയ കോണ്ടാക്റ്റിലില്ലാത്തൊരു എനർജിയാണ് കാണുന്നത്. ഇതിലൊരു ചീറ്റിംഗ് എനർജി ഉണ്ട്. ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ചിലപ്പം നിങ്ങൾ തമ്മിലൊരു പൈസയുടെ ഒരു ഇതുണ്ടായിരിക്കാം, ഒരു കൊടുക്കൽ വാങ്ങലുകൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നും പൈസ വാങ്ങുകയോ, അല്ലെങ്കിൽ നിങ്ങളവരെ സഹായിക്കുകയോ, അല്ലെങ്കിൽ അവർ നിമിത്തം നിങ്ങൾക്ക് കുറച്ച് പൈസ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്ത ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇത് പറ്റിയത് ഇപ്പോൾ ചതി പറ്റി, അല്ലെങ്കിൽ അവർ ചതിച്ചു എന്നൊരു തോന്നൽ അവർക്ക് ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയായില്ല, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് ഈ ഒരു സമയം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളിപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെപ്പറ്റി എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? മറ്റുള്ളവരും ഇവരും ഒക്കെ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് വേദന എടുത്ത ആൾക്കാരായിരിക്കണം. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സമയം നിങ്ങൾ സക്സസ്സിലേക്ക് വന്നതെന്നുള്ളതാണ്. വളരെ പ്രൗഡായിട്ടിരിക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ആണ്. ഇതിലൊരു വിക്ടറി അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പം വിജയിയായിട്ട് നിൽക്കുന്നു. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള എന്തോ ഒരു നല്ല വാർത്തകൾ അവർ കേട്ടു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് അവർ തിരക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടിയതോ, നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള വിക്ടറി അവർ അറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി, നിങ്ങളുടെ സഹനത്തിന് ഫലമുണ്ടായി എന്നൊക്കെ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെ വിജയിച്ച ഒരാളാണ് എന്ന് അവർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം. പിന്നെ ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല മൊമെൻറ്റ്സ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഏറ്റവും നല്ല മൊമെൻറ്റ്സ് അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. കാരണം അത്രയും അടുപ്പമുള്ള ആൾക്കാരായിരുന്നു നിങ്ങളും അവരും എന്നാണ് കാണുന്നത്. ഈ ഒരു ഇതിൽ നിങ്ങൾ വളരെ സ്നേഹത്തിൽ ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടോ കർമ്മ കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആകണം എന്നുള്ള ഒരു വിധി കൊണ്ടോ ഒക്കെ സെപ്പറേറ്റ് ആയിപ്പോയതാണെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്.
അപ്പം ഇതിൽ ഒരു സെപ്പറേഷൻ ആവശ്യമേ യഥാർത്ഥത്തിൽ വരുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ വിധി കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു പോയത് എന്നവർ മനസ്സിലാക്കുന്നു. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് കുറേ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ഇപ്പം നിങ്ങളുടെ ആ ഒരു വേദനയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ വിജയിച്ച് നിൽക്കുന്നത് നിങ്ങൾ പാസ്റ്റിൽ അത്രയും വേദനിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളൊരു ഡിപ്രഷനിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അത്രയധികം ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരിക്കാം. ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ എത്രമാത്രം ഇൻസൾട്ടഡ് ആയോ അത്രയും മാത്രം നിങ്ങൾ വിക്ടറി ഉണ്ട് ഈ ഒരു സമയം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ആണ്. ഇപ്പൊ അതൊരു കർമ്മയായിട്ട് അവർക്ക് നിൽക്കുന്നു. അവര് നിമിത്തം നിങ്ങൾക്ക് വേദന ഉണ്ടായി എന്ന് അവര് മനസ്സിലാക്കുന്നു ഈ ഒരു സമയം. അത് തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് നിങ്ങളോട് അസൂയുള്ള കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അസൂയ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കാം, അവരുടെ സുഹൃത്തുക്കളായിരിക്കാം. ഒത്തിരി ആൾക്കാർ ഇതിനെ എതിർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹത്തിലായിരുന്നിരിക്കാം, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്കപ്പ് ആയാൽ മതി, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാണ്ടായി പോയാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെയും അവരുടെയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് ഇതിന് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായി പോകാൻ ചെയ്തതെന്ന് ഒരു തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ദ ഹയറഫൻ്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു സമയം അവർ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം കാണുന്നുണ്ടായിരിക്കാം, ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ പലപ്പോഴും ഇവർക്ക് തന്നെ ഈ സ്പിരിച്വൽ ഗൈഡൻസിൽ ചതിയും പറ്റിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പം ഇപ്പോൾ ഗൈഡൻസ് എടുക്കുമ്പോൾ ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ ഗൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവർ ഗൈഡൻസ് എടുത്ത ആൾക്കാർ ചിലപ്പോൾ ഇവരെ ചീറ്റ് ചെയ്തതാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒക്കെ വേണ്ടാത്തത് മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം അതിലൂടെ ചിലപ്പോൾ ഇവർ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് വേണ്ട. അത് അസൂയ കൊണ്ടാണെന്ന് അപ്പം മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് അപ്പം മനസ്സിലാക്കാൻ പറ്റിയില്ല. സെയിം ടൈം അവരൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുത്ത സമയമോ അല്ലെങ്കിൽ ഒന്നിലധികമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. ആ സമയം ഈ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആരെങ്കിലും ഇവരെ. അപ്പം അതും തെറ്റായി പോയി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യമല്ല പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകും. അപ്പം അങ്ങനെ ഒരു കാര്യം എപ്പോഴോ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരിപ്പം മനസ്സിലാക്കുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഇപ്പം എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടി, അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. ഇത് ജീവിതത്തിൽ നടക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ നടന്നു. പിന്നെ ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇപ്പം ചില സമയങ്ങളിൽ നല്ല ഗൈഡൻസ് കിട്ടാതെ പോയി, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കേൾക്കാതെ പോയി. ഇപ്പോൾ കുറച്ച് എടുത്തുചാട്ടം കൂടുതലായിരുന്നു ഇവർക്ക് എന്നുള്ളതാണ് കാരണം. അതിപ്പോൾ ഇവർ തിരിച്ചറിയുന്നുണ്ട്, അവരുടെ ബുദ്ധിമോശം അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ട് മെച്യൂർഡ് അല്ലാത്ത ഒരു ഇത് കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകൂടി എടുക്കാം. സ്ട്രെങ്താണ്. പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ആയിരുന്നു. നിങ്ങൾ ഇവരും കൂടെ ചേരുമ്പോൾ അത് പരസ്പരം ഒരു താങ്ങുമായിരുന്നു. മാത്രമല്ല അവരുടെ സ്ട്രെങ്ത് ആയിരുന്നു നിങ്ങളെന്ന് ഈ ഒരു സമയം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ബന്ധം അത്രയും സ്ട്രെങ്ത് ഉള്ളതാണ്. ഒരിക്കലും ഇത് പൂർണ്ണമായും വിട്ടിട്ട് പോകാൻ പറ്റൂല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ പലതവണ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഇതിൽ ചില സമയം പൂർണ്ണമായും വേണ്ടാന്ന് ഇതാക്കി വിട്ടിട്ട് പോയാലും വീണ്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇതിനത്രയും സ്ട്രെങ്ത് ഉണ്ട്. അത് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ്
ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ, സൗഭാഗ്യം, സമ്പത്ത്, സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.